ഹലോ നമസ്കാരം. എൻ്റെ പേര് അനീഷ്. ഞാനാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7ലെ ഫസ്റ്റ് കണ്ടസ്റ്റൻറ്റ്. എന്നെ എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ട് കാണണം. എനിക്ക് അങ്ങനെ വരുന്ന പോലെ ഇങ്ങനെ വന്നിട്ട് മുമ്പിൽ പോയിട്ട് ആരെന്താ പേരാന്ന് ചോദിക്കാനല്ലേ, മാണെ ഇങ്ങോട്ട് വരിക. മനസ്സിലായില്ലേ? ആദ്യത്തെ പറയാ, എന്തൊരു വെറുപ്പിക്കലാണോ! എത്ര ആളുകൾ എത്ര ആളുകൾ നെഗറ്റീവ് പറയുന്നുണ്ട് അറിയോ? ഫസ്റ്റ് തന്നെ ഒരു നെഗറ്റീവ് വന്നിട്ടുള്ള 2025 സീസൺ 7 നെഗറ്റീവ് വന്നിട്ടുള്ള ആളും അനീഷാണ്. അനീഷിന് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് കാണണം. എനിക്ക് അങ്ങനെ അങ്ങോട്ട് പോകാനൊന്നും പറ്റൂല. പട്ടിഷോ എന്ന് പറഞ്ഞാൽ പെരും പട്ടിഷോ. എനിക്ക് തോന്നിയത് രതീഷ് 2.0. കഴിഞ്ഞ വർഷത്തെ രജീഷ് ഇല്ലേ, നമ്മളെ ഫസ്റ്റ് കയറി ഒരു കുറച്ച് എന്തോ ദിവസം കൊണ്ട് പോയ രതീഷ്, ആ ഒരു ടൈപ്പ്. ഇനിയിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കയറ്റി വിട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. സംഭവം മൈജിന്ന് എന്തോ ഫോണിന്റെ കവറോ അങ്ങനെ എന്തോ ഒരു സാധനം പർച്ചേസ് ചെയ്തപ്പോ കേറിയതാ. എന്തൊരു അപരാധമാണെന്നറിയോ. അപ്പൊ ഫസ്റ്റ് തന്നെ നെഗറ്റീവ് കിട്ടിയിട്ടുള്ള കണ്ടസ്റ്റന്റ് ഫസ്റ്റ് ആള് തന്നെയാണ്. കുറച്ച് നിൽക്കാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പം കപ്പ് കിട്ടിയിട്ടില്ലെങ്കിലും കുറച്ച് കൂടുതൽ ദിവസം നിൽക്കാൻ ചാൻസ് ഉണ്ട്. കാരണം മൈജി കൊണ്ടുവന്നതിനോണ്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. മൈജി ആണ് ഇതിന്റെ സ്പോൺസർ, മെയിൻ സ്പോൺസർ. ഓക്കെ, ദെൻ സെക്കൻഡ് അനുമോൾ. അനുമോളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അനുമോള് കുറച്ച് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉള്ളതാണ്. പിന്നെ അനീഷ് വന്നപ്പോൾ തന്നെ ആദ്യം ചൊറിഞ്ഞത് അനുമോളോടാണ്. എന്താ ഒന്നും അറിയില്ല. ദെൻ നെക്സ്റ്റ്, കഴിഞ്ഞ പ്രാവശ്യത്തെ അർജുനെ പോലെ ആയിട്ടുള്ള ഒരാളൂടി വേണമല്ലോ. അതായത് ആ ഒരു എന്താ പറയാ, ഒരു ലവ് ട്രാക്കിലൂടെ കൊണ്ടുപോകാൻ ഒരാൾ വേണമല്ലോ. അപ്പം മൂന്നാമതായിട്ട് ആര്യൻ വന്നിട്ടുണ്ട്. പിന്നെ ആര്യൻ ഇവിടെ ഉള്ള ആളല്ല, സാധാരണ ബിഗ് ബോസിൽ അങ്ങനെ വരാറുണ്ട്. മലയാളമൊക്കെ നല്ലപോലെ അറിയാമായിരിക്കും. ദെൻ അവരുടെ ഏതെങ്കിലും ഒരു റിലേഷൻ കേരളത്തിൽ ഉണ്ടാവും അങ്ങനെ. പക്ഷെ ഇവര് സെറ്റിൽഡ് ആകുന്നത് പുറത്ത് ഏതെങ്കിലും ആയിരിക്കും, കേരളത്തിന്റെ പുറത്തിട്ടോ. ഇന്ത്യന്റെ പുറത്തൊന്നും അറിയുന്നില്ല, കേരളത്തിന്റെ പുറത്തായിരിക്കും. അങ്ങനെയുള്ള ഒരാളാണ് ആര്യൻ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെ കുറെ ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് കലാഭവൻ സരിക. കലാഭവൻ സരിക എന്ന് പറഞ്ഞാല് മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, പിന്നെ ആക്ട്രസ് ആണ്, സിംഗറാണ്. പണ്ടത്തെ കുറെ സിനിമയിലും സീരിയലിലും പിന്നെ ഓരോ മിമിക്രി പരിപാടിയിലും പിന്നെ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ചില ആളുകൾ കണ്ടിട്ടേ ഉണ്ടാവില്ല. ദെൻ ഇപ്പൊ അങ്ങനെ എവിടെയും കാണാറില്ല. അങ്ങനെ കുറെ ആളുകൾ ബിഗ് ബോസ് കയറ്റാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കയറ്റിയിട്ടുണ്ട്, അതിന് മുമ്പത്തെ പ്രാവശ്യം കയറ്റിയിട്ടുണ്ട്. അതെല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അങ്ങനെ ഫീൽഡ് ഔട്ട് ആയ ആളുകൾ എങ്ങനെയെങ്കിലും ലാസ്റ്റ് ബിഗ് ബോസിൽ എത്തിപ്പെടാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ്. ചില ആൾ കണ്ടിട്ടുണ്ടാവും, ചില തീരെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ആക്ട്രസ് ആണ്, സിംഗറാണ്, മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെയുള്ള ഒരാളാണ് കലാഭവൻ സരിക. ദെൻ നെക്സ്റ്റ് അഞ്ചാമത്തെ കണ്ടസ്റ്റന്റ് അക്ബർ ഖാൻ. നമുക്ക് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ സമ്മാനിച്ച ഒരു വ്യക്തിയാണ് അക്ബർ ഖാൻ. എനിക്ക് ഇദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ഓൾമോസ്റ്റ് ഫീൽഡിൽ തന്നെ ഉണ്ട്. ഒരുപാട് പാട്ടുകളും ഇതൊക്കെ ആയിട്ട് ഇപ്പോഴും ഓൾമോസ്റ്റ് ഫീൽഡിൽ തന്നെ ഉണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അക്ബർ ഖാൻ വരും. ഞാൻ ഒരുപാട് വേറെ ആളുകൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവരൊന്നും വന്നിട്ടില്ല. എന്താവും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരുമെന്നൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും നെക്സ്റ്റ് നോക്കാം. ആറാമത്തെ കണ്ടസ്റ്റന്റ് RJ ബിൻസി. RJ ആണ്. ഇനി എന്താ, കണ്ടിട്ട് നല്ലൊരു പോരാളിയാവും എന്ന് തോന്നുന്നുണ്ട്. റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാറൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആളൊന്നുമല്ല. നെക്സ്റ്റ് നോക്കാം. ഏഴാമത്തെ കണ്ടസ്റ്റന്റ് ഒനിയൽ സാബു. ഒനിയൻ എന്നല്ല കേട്ടോ, ഞാൻ അങ്ങനെ കേട്ടപ്പോൾ ഒനിയൻ എന്നാണ് വിചാരിച്ചത്. നമ്മൾ നോക്കിയപ്പോഴാണ് ഒനിയൽ എന്നാക്കി. പിന്നെ ഞാൻ വിചാരിച്ചു ഉള്ളി സൂരാന്നെല്ലാം പറയുന്ന പോലെ ഒനിയൻ സാബു എന്ന് പറയേണ്ടി വരുമെന്ന്. ഒനിയൻ അല്ല, ഒനിയലാണ്. ഓക്കെ, ഒനിയൽ സാബു. ഒനിയൽ സാബു ആരാന്ന് വെച്ചാല്, ഒനിയൽ സാബു ആരാ എനിക്കറിയില്ല. ആർട്ടിസ്റ്റാണ്, ആർട്ടിസ്റ്റിൽ നിന്ന് വൈകി കയറിയതാണ്. പക്ഷെ ഞാൻ അങ്ങനെ എവിടെയും കണ്ടിട്ടൊന്നുമില്ല. ചിലപ്പം ഏതെങ്കിലും ഒരു യൂണിവേഴ്സിൽ റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ഇനി വേറെന്താണെന്ന് അറിയില്ല. അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആളല്ല ഈ ഒനിയൽ സാബു. ഏഴാമത്തെ കണ്ടസ്റ്റന്റ് ആണ്. നെക്സ്റ്റ് നോക്കാം. എട്ടാമത്തെ കണ്ടസ്റ്റന്റ് ബിന്നി സെബാസ്റ്റ്യൻ. ബിന്നി സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡോക്ടറാന്ന് പറഞ്ഞു, ഡോക്ടറേറ്റ് വർക്ക് ചെയ്യുന്ന പറഞ്ഞു. അതൊക്കെ അതിൽ പറഞ്ഞാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ 1.5 ലക്ഷം ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ബിന്നി സെബാസ്റ്റ്യൻ എന്താവുന്നും എങ്ങനെയാവുന്നും ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ എനിക്കറിയില്ല. കാരണം എനിക്കധികം കൂടുതൽ അറിയില്ല. പക്ഷെ ഇങ്ങനെ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ കോൺട്രവേഴ്സിയിലൊന്നും വരാത്തത് കൊണ്ട് എന്താവും അറിയില്ല. കോൺട്രവേഴ്സിയിൽ വന്നാലൊക്കെ നമ്മൾ കാണുക. എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സിയിലൊക്കെ വരുമ്പേ
വേറെ നമ്മളറിയാത്ത ഒരുപാട് ആളുകളുണ്ട്, കുറേ ഫോളോവേഴ്സൊക്കെ ആയിട്ടുള്ള, ചിലപ്പോൾ ഏതെങ്കിലും സിനിമയിലുണ്ടാവും, ചിലപ്പോൾ സീരിയലിലുണ്ടാവും, അങ്ങനെ ഏതെങ്കിലും മേഖലയിലായിരിക്കും. പക്ഷെ നമുക്കങ്ങനെ അറിയണ്ടാവില്ല. നമുക്കറിയണമെന്നുണ്ടെങ്കിൽ ഏതൊരു കാര്യമാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സിയിൽ വന്നിട്ട് ആ കോൺട്രവേഴ്സി ഫുള്ള് സോഷ്യൽ മീഡിയ മൊത്തത്തിൽ കേരളത്തിൽ ഓൾമോസ്റ്റ് ഇങ്ങനെ കത്തണം. അപ്പോഴായിരിക്കും കയറുക. ഇപ്പം രേണു സുധീനെ പറഞ്ഞപ്പോൾ, രേണു സുധി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇപ്പം അറിയാം. നമ്മൾ അലൻ ജോസ് പെരേര എന്നൊക്കെ പറയും പോലെ അങ്ങനെയാണ്. എല്ലാവരും ഇങ്ങനെ ക്യാമറ ഇതൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാം ഈ അലൻ ജോസ് പെരേരനെയൊക്കെ. അതായത് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഫുൾ ടൈം ഓൾമോസ്റ്റ് ടൈമൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അതായത് അന്നുള്ള കാര്യങ്ങളെല്ലാം അപ്ഡേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ആളുകൾക്ക് അറിയാൻ ചാൻസ് ഉണ്ടാവില്ല, കാരണം കോൺട്രവേഴ്സിയിൽ വന്നിട്ടില്ല. ഓക്കെ, അപ്പം അങ്ങനെ കോൺട്രവേഴ്സിയിൽ ഒന്നും വന്നിട്ടില്ല, എന്താവെന്ന് അറിയില്ല, അതിനോടൊന്നും ഞാൻ പറയുന്നില്ല. നെക്സ്റ്റ് 9ാമത്തെ ആൾ അഭിശ്രീ. അഭിശ്രീ എന്ന് പറയുമ്പം ഞാനിങ്ങനെ അവിടെയും ഇവിടെയൊക്കെ കാണലുണ്ട് റീൽസിലൊക്കെ, കാരണം കുറേ റീൽസൊക്കെ ചെയ്യാറുണ്ട്. എനിക്ക് അങ്ങനെയാണ് പരിചയം. 4-5 ലക്ഷം ഫോളോവേഴ്സൊക്കെ ഉണ്ട്. കണ്ടിട്ട് കുറച്ച് പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിത്വമാണ് എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും കൂടുതൽ ഐഡിയ ഇല്ല. ദെൻ നെക്സ്റ്റ് നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 മലയാളം ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും പ്രായം കുറഞ്ഞ കണ്ടസ്റ്റന്റ്, 10ാമത്തെ കണ്ടസ്റ്റന്റ് റെന ഫാത്തിമ. റെന ഫാത്തിമ റീൽസിൽ അലിബിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ആളുകൾ ഓരോന്നിങ്ങനെ പറയുന്ന സാധനമൊക്കെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ കാണാറുണ്ട്. പിന്നെ റീൽസ് ചെയ്യുന്ന ആളാണ്, റീൽസ് ചെയ്തിട്ട് കയറിയതാണ്. ഇപ്പം കുറച്ച് അവിടെയും ഇവിടെ ഏതൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ചെറിയ റോളിലൊക്കെ. ഇതിൻ്റെ മുമ്പായിരുന്നു. ഇപ്പോൾ നല്ല പോലെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്, സ്വന്തമായിട്ട് തന്നെ അധ്വാനിച്ച് ജീവിക്കുന്നു. നല്ല കാര്യമാണ് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കാനുള്ള നല്ല അറിയാലോ സോഷ്യൽ മീഡിയൻ്റെ പവർ. അപ്പം അങ്ങനത്തെ ഒരു കുട്ടിയാണ്. കാണുമ്പം ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റിനെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഒരു കൊച്ചു കുട്ടിയായിട്ടാണ് ഉള്ളത്. കൊച്ചു കുട്ടി തന്നെയാണ്. ലാലേട്ടൻ കയറിയപ്പോൾ തന്നെ മോളെ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നതെന്നെല്ലാം ചോദിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് കണ്ടറിയാം. നമുക്ക് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും കാണാറുണ്ട്. ഇനിയിപ്പോൾ അതിനുള്ളിൽ കൊണ്ടുപോയി ഇട്ടിട്ട് ആകെപ്പാടെ പ്രാന്തായിട്ട് ആലിബിനൊക്കെ കാണാണ്ടായി ആകെ ഡിപ്രഷനായി കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ എന്തെന്നാ സംഭവിക്കാന്ന് പറയാൻ പറ്റൂല. ദെൻ 11ാമത്തെ കണ്ടസ്റ്റന്റ് ആയിട്ട് വരുന്നത് മുൻഷി രഞ്ജിത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല, ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. മുൻഷി രഞ്ജിത്ത് പഴയ സിനിമകളിലും എന്തൊക്കെ സീരിയലിൽ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അങ്ങനെ പറയുന്നത് കേട്ടു. പണ്ട്, ഇപ്പം ഇല്ല, ഇപ്പോൾ ഫീൽഡ് ഔട്ടാണ്. അപ്പോൾ ഫീൽഡ് ഔട്ട് നമ്പർ 2 ഒരു കാര്യസ്ഥന്റെ റോളൊക്കെ കളിക്കുമെന്ന് തോന്നുന്നു കണ്ടിട്ട്, എന്താവുമെന്നൊന്നും അറിയില്ല. 12ാമത്തെ കണ്ടസ്റ്റന്റ് ആയിട്ട് ജിസേൽ തക്രാൾ. അമ്മ മലയാളി, അച്ഛൻ ബംഗാളി, അച്ഛൻ പഞ്ചാബിയാണ്. ആലപ്പുഴക്കാരി അങ്ങനെയാണെന്ന് തോന്നുന്നു അമ്മ, അങ്ങനെയാണ്. പിന്നെ ഇപ്പം ദുബായിലാണെന്ന് തോന്നുന്നു. 1.5 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഹിന്ദി ബിഗ് ബോസ് സീസൺ 9 വൈൽഡ് കാർഡ് ആയിട്ട് കയറിയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റും കൂടിയാണ്. ഹിന്ദിയിൽ കയറിയിട്ട് അവിടെ പോയി തകർത്തു എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ ഹിന്ദി കാണാറില്ല, എനിക്കറിയില്ല. എന്തായാലും ഒരു വെറൈറ്റി ആളാണ്. മലയാളമൊക്കെ നല്ലപോലെ ഏകദേശം അറിയാം. അങ്ങനത്തെ ആളുകളെയും കൊണ്ടുവരാറുണ്ട്. അതായത് നാടുമായിട്ടൊരു ടച്ച് ഉണ്ടാവും, എന്തെങ്കിലും റിലേഷൻ ഉണ്ടാവും നാടുമായിട്ട്, പക്ഷേ ഇവിടെ ആയിരിക്കില്ല, കേരളത്തിലായിരിക്കില്ല, പുറത്തെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും സെറ്റിൽഡ് ആയിട്ട്. അങ്ങനെയുള്ള ഒരാളാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നെക്സ്റ്റ് അടുത്ത ആളെ എനിക്ക് അറിയാം. ഞാൻ ഇങ്ങനെ റീൽസിൽ അവിടെയും ഇവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നമൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്, നിങ്ങൾക്കും അറിയാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ രേണു സുധീനെയും മൈത്രേനെയൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ട് കുറച്ച് എയറിലായിട്ടുള്ള ഒരാളാണ്. ബിഗ് ബോസ് കണ്ടറിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് പറഞ്ഞയച്ച ആളാണ്. കാരണം ഇയാൾക്ക് പറ്റിയിട്ടുള്ള ഒരാൾ അതിൻ്റെ ഉള്ളിലുണ്ട്. കണ്ടറിഞ്ഞ് പറഞ്ഞയച്ചാണ്. അടി ഉണ്ടാകാൻ 100% ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് 14ാമത്തെ കണ്ടസ്റ്റന്റ് ഷാനവാസ് കുറേ സീരിയലിലും അവിടെ ഇവിടെയൊക്കെ ഉള്ളതാണ്. സീരിയൽ കാണുന്ന ആളുകൾ നല്ലപോലെ അറിയാൻ ചാൻസ് ഉണ്ട്, കാരണം പോപ്പുലർ ആയിട്ടുള്ള ഏതൊക്കെയോ സീരിയലിലൊക്കെ ഉണ്ട്. 15ാമത്തെ കണ്ടസ്റ്റന്റ് നെവീൻ കൊറിയോഗ്രാഫറാന്ന് പറയുന്നു. അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, കൂടുതൽ നെവീനെ കുറിച്ച് അറിയില്ല. ബിഗ് ബോസ് എന്തായാലും എന്തൊക്കെയോ ഉദ്ദേശത്തോടു കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് പറഞ്ഞയച്ച ഒരാളാണ് നെവീൻ. പലരെയും അങ്ങനെ പല ഉദ്ദേശത്തിനും പറഞ്ഞയച്ചാണ് സാധാരണ അങ്ങനെ വരാറുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നടി ഉണ്ടാക്കുക, ഓരോ ടൈപ്പ് ആളുകളെ കൊണ്ടുവന്ന് എല്ലാവരും കൂടി അങ്ങോട്ട് മിക്സ് ആക്കുക. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കൂല, ഒരേ മേഖലയിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റൂലല്ലോ. അപ്പം പല മേഖലയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് ഒരാൾ ജയിക്കുക, അതാണല്ലോ ബിഗ് ബോസ്. അപ്പം എന്തൊക്കെയോ കണ്ടറിഞ്ഞ് പറഞ്ഞയച്ചതാണ്. നെക്സ്റ്റ് 16ാമത്തെ കണ്ടസ്റ്റന്റ്
ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ലെസ്ബിയൻ കപ്പിളിന്റെ എൻട്രിയാണ്. 16ാമത്തെ കണ്ടസ്റ്റന്റ് 2 പേരാണ്. ആദില നൂറ. ആദില നൂറാനെ ഏകദേശം എല്ലാവർക്കും അറിയാൻ ചാൻസ് ഉണ്ട്. ലെസ്ബിയൻ കപ്പിൾസ് ആണ്. 17ാമത്തെ കണ്ടസ്റ്റന്റ് അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷ്. അപ്പൊ ശൈത്യ സന്തോഷിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എനിക്കറിയില്ല. അഡ്വക്കേറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. അടുത്തതായി ഏവരും കാത്തിരിക്കുന്ന, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു എൻട്രി വന്നിരിക്കുകയാണ്. രേണുസുതി. രേണുസുതി മോഡലിംഗ് രംഗത്തെ റാണിയും സോഷ്യൽ മീഡിയ കത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതുമായിട്ടുള്ള രേണുസുതി ബിഗ് ബോസിൽ എൻട്രി ആയിരിക്കുകയാണ്. പല ആളുകളും പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്. 100% ഉറപ്പായിരുന്നു രേണുസുതി വരുന്നു. കാരണം കഴിഞ്ഞ വർഷം ഓൾമോസ്റ്റ് അല്ലറ ചില്ലറ കേസുകളുമായിട്ട് ഇങ്ങനെ രേണുസുതി വരാറുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ബിഗ് ബോസിലെത്തി. ലൈഫ് മാറട്ടെ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അത് ഇതെന്നൊക്കെ അവിടെ ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. അങ്ങനെ എന്തായാലും നമുക്ക് കണ്ടറിയാം. ചിലപ്പോൾ എൻ്റെ ഒരു പ്രൊഡിക്ഷനിൽ രേണുസുതിയെ ഏഷ്യാനെറ്റ് അവിടെ കുറച്ചു കാലം പിടിച്ചിരുത്താൻ ചാൻസ് ഉണ്ട്. കാരണം അവർക്ക് കണ്ടന്റ് വേണം. പലരും പല അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന സമയത്ത് ഓരോ കോൺട്രവേഴ്സിന്റെ കിങ് എപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമായിരുന്നു. അപ്പം പലരും പല അഭിപ്രായങ്ങളും പറയുന്ന രേണുസുതിയെ നമുക്ക് ബിഗ് ബോസ് ഹൗസിൽ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം. പലരും ആഗ്രഹിച്ച, പലരും പ്രഡിക്റ്റ് ചെയ്ത ആൾ വന്നിട്ടുണ്ട്, രേണുസുതി. ദെൻ നെക്സ്റ്റ് 19ാമത്തതും അവസാനത്തതുമായിട്ടുള്ള ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റന്റ്, അതായത് ആദ്യത്തെ എൻട്രിയിലെ അവസാനത്തെ കണ്ടസ്റ്റന്റ് 19ാമത്തെ അപ്പാനി ശരത്ത്. അപ്പാനി ശരത്തിനെ നമുക്ക് സിനിമ ലവർ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ സുപരിചിതമായിരിക്കും. പല സിനിമയിലുണ്ട്. പക്ഷെ ഇപ്പോൾ ഏകദേശം ഫീൽഡ് ഔട്ടിന്റെ വക്കത്താണെന്ന് തോന്നുന്നു. ഫീൽഡ് ഔട്ടിന്റെ വക്കത്താണെങ്കിലും പലർക്കും നല്ല ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. കാരണം കിഡിലൻ മൂവീസ് ചെയ്തു വെച്ചിട്ടുള്ള ഒരാളാണ് അപ്പാനി ശരത്ത്. ലാലേട്ടനൊന്ന് ജിമ്മിക്കിയിട്ട് അങ്ങോട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. ഓക്കെ, 19 കണ്ടസ്റ്റന്റ് ഇവരാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും വീഡിയോകളിൽ നമുക്ക് കണ്ടറിയാം. എന്താവും അവസ്ഥ എന്നൊന്നും അറിയില്ല. ഫസ്റ്റ് ആളുകൾക്ക് വെറുപ്പീരായിട്ട് തോന്നിയിട്ടുള്ളത് അനീഷാണ്. അപ്പം എന്തായാലും ഈ കമന്റ് ബോക്സിൽ നിങ്ങൾ ഇപ്പം കണ്ട 19 പേരിൽ ആരെങ്കിലും ജയിക്കുമെന്ന് നിങ്ങൾക്കൊരു പ്രഡിക്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിടുക. ഈ കണ്ടതിൽ, കാരണം ഈ കണ്ടതിൽ പറഞ്ഞതിന് ശേഷം വൈൽഡ് കാർഡ് എൻട്രിയിൽ വരുന്ന ആളും ജയിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇൻ കേസ് ഇതിൽ തന്നെയുള്ള ആളാണെങ്കിലോ ജയിക്കുന്നത്, നിങ്ങളുടെ പ്രഡിക്ഷൻ റെഡി ആണെങ്കിലോ 100 ദിവസത്തിന് ശേഷം നമുക്ക് ഈ വീഡിയോ വന്നിട്ട് വീണ്ടും നോക്കാം നമ്മുടെ പ്രഡിക്ഷൻ റെഡി ആയിരുന്നു എന്ന്. ജസ്റ്റ് ഒരു ഫണ്ണ്. ഓക്കെ, അപ്പോൾ കമന്റ് ഇട്ടോളി. ഓക്കെ, അടുത്ത അപ്ഡേഷനായിട്ട് വരാം. ബൈ.